ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ സ്റ്റഡി ചിപ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ കുട്ടികളുടെ മാത്സിന് ക്രിസ്മസ് എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. ആക്ടിവിറ്റി 1 ഹൗ മച്ച്, എത്ര രൂപയുണ്ടെന്ന് കാണാനുള്ള ഒരു ആക്ടിവിറ്റി എന്തായാലും ഷുവറായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നോട്ടുകൾ എണ്ണാൻ അറിയില്ലേ? ഹൗ മച്ച് റുപ്പീസ്, എത്ര രൂപ അല്ലേ, എത്ര രൂപയുണ്ടെന്ന്. ഹൗ മച്ച് റുപ്പീസ്, എത്ര രൂപയുണ്ടെന്ന് ടോട്ടൽ എഴുതാനാണ്. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ ഇത് എത്ര ഉണ്ടെന്ന് എഴുതാം, രണ്ടാമത്തെ കോളത്തിൽ ഇത് എത്ര ഉണ്ട് ടോട്ടൽ എന്ന് എഴുതാം. എന്നിട്ട് അത് രണ്ടും കൂടി കൂട്ടിയിട്ട് താഴെയുള്ള ബോക്സിൽ എഴുതാം. അപ്പോൾ ആദ്യം നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് സബ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള താഴെ വേറെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ എണ്ണി നോക്കുമ്പോൾ ആദ്യം 10 രൂപ എത്ര ഉണ്ട് അല്ലേ? ഇതും 10 അല്ലേ, 1ഉം 0ഉം അല്ലേ, 10 രൂപയാണ്. 10 റുപ്പീസാണ്, 10 റുപ്പിയുടെ കോയിനാണ് ഇത്. 10 റുപ്പീൻ്റെ നോട്ടാണ്. അപ്പോൾ 10ഉം 10ഉം എത്രയായി? 20 റുപ്പീസായി അല്ലേ? 10ഉം 10ഉം 20 ആയി. നെക്സ്റ്റ് 5 രൂപകൾ എത്ര ഉണ്ട്? ഇത് 5 റുപ്പി നോട്ടാണ്, ഇത് 5 റുപ്പി കോയിനാണല്ലേ. 5ഉം 5ഉം എത്രയാണ്? നിങ്ങളുടെ ഒരു കൈ വിരലില്ലേ 5ആണ്, മറ്റേ കൈയിൻ്റെ വിരൽ 5. 5ഉം 5ഉം 10 അല്ലേ. അപ്പോൾ ഇതും എന്താണ്? 10 അല്ലേ, 10 റുപ്പീസാണ്. നമ്മൾ 10കൾ എണ്ണി, 5കൾ എണ്ണിയില്ലേ, 5 റുപ്പീസും 10 റുപ്പീസും എണ്ണി. ഇനി എന്താണ്? 1 രൂപയും 2 രൂപയാണുള്ളത്. 1 രൂപയും 2 രൂപ എത്രയാണ്? 2, 3 അല്ലേ, 3 രൂപയാണ്. അപ്പോൾ എത്രയാണ് ആകെ ടോട്ടൽ ഇവിടെ കിട്ടിയത് അല്ലേ? 20ഉം 10 എത്രയാണ്? 30 അല്ലേ. 2ഉം 1ഉം എത്രയാണ്? 3. അപ്പോൾ 30ഉം 3ഉം എത്രയാണ്? 33 അല്ലേ. 30 30യും 3യും 33. ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് കൂട്ടിയിട്ട് നമ്മൾ ഈ ഫസ്റ്റത്തെ ബോക്സിൽ എഴുതണം. അപ്പോൾ എത്ര ഉണ്ട്? 20 രൂപയും 10 രൂപയും അല്ലേ. 5ഉം 5ഉം 10ഉം 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 20 അല്ലേ. 20 റുപ്പീസും 10 എത്രയാണ്? 30 റുപ്പീസ് അല്ലേ. 20 രൂപയെ കൂടെ ഒരു 10 രൂപ ആഡ് ചെയ്താൽ 30 അല്ലേ. ആദ്യത്തെ 20 രൂപ, പിന്നെ എത്രയാണ്? 10 രൂപയുണ്ട് അല്ലേ. 10 രൂപ 3 രൂപ അല്ലേ. അതല്ലേ ആദ്യം ടോട്ടൽ ഉള്ളത്. അപ്പോൾ 20ഉം 10ഉം 3ഉം ആഡ് ചെയ്താൽ എത്രയാണ് അല്ലേ? 0നോട് 3 കൂട്ടിയാൽ 3, 2നോട് 1 കൂട്ടിയാൽ എത്രയാണ്? 3 അല്ലേ. 33 രൂപ നമുക്ക് കിട്ടി. അപ്പോൾ 33 റുപ്പീസ്. 20 + 10 30, 30 + 3 33 അല്ലേ. 33 രൂപ അല്ലേ. 20നോട് 10 കൂട്ടിയാൽ 30 രൂപ, 30നോട് ഒരു 3ഉം കൂടി കൂട്ടിയാൽ 33 രൂപ. 33 രൂപ എന്ന് കിട്ടി. ഇനി രണ്ടാമത്തതൊന്ന് കൂട്ടി നോക്കൂ. 50 റുപ്പീസ് ഇല്ലേ, 50 രൂപയുടെ നോട്ടാണ്. അപ്പോൾ വേറെ 50 ഇല്ല ഇല്ലല്ലോ. ഇനി 2 5 രൂപയുടെ കോയിൻസ് ആണല്ലോ. 5 റുപ്പീസിൻ്റെ 2 കോയിൻസ്. 5ഉം 5 കൂട്ടിയാൽ എത്രയാണ്? 10 അല്ലേ. 10 റുപ്പീസാണ് അല്ലേ. നമ്മുടെ കൈയിൻ്റെ ഫിംഗേഴ്സിലെ 5ഉം 5ഉം 10 ആകെ 10 ആണുള്ളത്. 10 ഫിംഗേഴ്സ് ആകെ 10 ആണുള്ളത്. 10 റുപ്പീസ് അല്ലേ. 10 റുപ്പീസ്. ഇനി 1ഉം 1ഉം കൂട്ടിയാൽ എത്രയാണ്? 1ഉം 1ഉം 2 അല്ലേ. 2 റുപ്പീസ്. പിന്നത്തെ അവിടെ 50 റുപ്പീസ് ഉണ്ട് അല്ലേ. 50 റുപ്പീസ്. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്താൽ എത്രയാണ്? 50യും 10ഉം 2 റുപ്പീസും അല്ലേ. 50യും 10ഉം എത്രയാണ്? 60 അല്ലേ. 60യും 2 62 അല്ലേ. 50ഉം 10ഉം 60, 60ഉം 2ഉം 62. അല്ലെങ്കിൽ അറിയില്ലെങ്കിൽ എല്ലാം കൂടി ആഡ് ചെയ്യല്ലേ. 0നോട് 2 കൂട്ടിയാൽ 2, 5നോട് 1 കൂട്ടിയാൽ 6 അല്ലേ. 62 62 അല്ലേ. 0 + 2 2, 5 + 1 എത്രയാണ്? 6 അല്ലേ. 62 എന്ന് കിട്ടും. അപ്പോൾ 33 ആദ്യത്തെ നമുക്ക് ബോക്സിലുള്ളത്. അതും അല്ലേ രണ്ടിൻ്റെയും ടോട്ടൽ കാണാനല്ലേ. രണ്ടാമത്തെ ബോക്സിൽ നമുക്ക് 62 റുപ്പീസ് എന്ന് കിട്ടി. രണ്ടും കൂടി ആഡ് ചെയ്യണം ഈ ടോട്ടലിലെ അടിയിലുള്ള ബോക്സിൽ എഴുതാൻ. അപ്പോൾ 33 + 62 എത്രയാണ്? 3 + 2 5 അല്ലേ. 3നോട് 2 കൂട്ടിയാൽ 5, 6നോട് 3 കൂട്ടിയാൽ 6, 7, 8, 9 അല്ലേ. 6 + 3 എത്രയാണ്? 6, 7, 8, 9 95 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ടോട്ടലില്ലേ ആദ്യം നമ്മൾ ഫസ്റ്റത്തെ ബോക്സിലത് കണ്ടു 33. രണ്ടാമത്തെ ബോക്സിൽ എത്ര രൂപയുണ്ട്? 62 അല്ലേ. 62 റുപ്പീസ് ഉണ്ട്. ഇനി അത് രണ്ടും ടോട്ടൽ ആകെ എത്ര രൂപയുണ്ട്? 33 + 62 95. 95 റുപ്പീസ്. RS എന്ന് എഴുതാം. 95 രൂപയുണ്ട് ആകെ. ആദ്യത്തെ ബോക്സിലുള്ള 33, രണ്ടാമത്തെ ബോക്സിൽ 62 അല്ലേ. രണ്ടും കൂടി ആഡ് ചെയ്താൽ 33 + 62 95 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇങ്ങനെ പൈസ കൗണ്ട് ചെയ്യാനുള്ളത് അല്ലേ, ക്യാഷ് കൗണ്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് താഴെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ആർക്കാണ് കിട്ടിയത്? ഇതൊരാൾക്ക് കിട്ടിയ പൈസയും ഇതൊരാൾക്ക് കിട്ടിയ പൈസയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആർക്കാണ് കിട്ടിയത്? ഹൂ ഗോട്ട് മോർ റുപ്പീസ്, ആർക്കാണ് കൂടുതൽ പൈസ കിട്ടിയത്? 62 രണ്ടാമത്തെ ആൾക്കാണ് കൂടുതൽ പൈസ കിട്ടിയത്. ഹൂ ഗോട്ട് ദി ലീസ്റ്റ്, ആർക്കാണ് കുറച്ച് കിട്ടിയത്? ഫസ്റ്റുള്ള ആൾക്ക് 33 റുപ്പീസ് കിട്ടിയിട്ടുള്ളൂ. രണ്ടാമത്തെ ആൾക്ക് 62 റുപ്പീസ് കിട്ടിയിട്ടുണ്ട് അല്ലേ. അങ്ങനെ അടിയിൽ അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 2 ടെൻസ് ആൻഡ് വൺസ് അല്ലേ. ടെൻസും വൺസും ഒക്കെ കണ്ടുപിടിക്കാനുള്ള ആക്ടിവിറ്റിയാണ്. ക്വസ്റ്റ്യൻ എ 3 ടെൻസ് ടുഗദർ വിൽ മേക്ക് ഹൗ മച്ച്? 3 ടെൻസ് എത്രയാണ്?
1 10 10 അല്ലേ, 2 ടെൻസ് 20, 3 ടെൻസ് 30 അല്ലേ, 3 ടെൻസ്, അതായത് 3യും 10 അല്ലേ 0. 3 ടെൻസ് എത്രയാണെന്ന് അറിയില്ലെങ്കിൽ 3 ടെൻസ് പറഞ്ഞാൽ 3 10 ആണല്ലേ, 3 ടെൻസ് 1 2 3 അല്ലേ, 3 ടെൻസ് ആഡ് ചെയ്യാനാണ്. ഇത് എത്ര വൺസാണ് ഇവിടെ ഉള്ളത്? 1 2 3 അല്ലേ, 3 ഒന്നുകളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം 3 എഴുതുക. എന്താണ് 0 0 തന്നെ എഴുതുക അല്ലേ, 0നെ 0 എന്താണ് 0 അതുപോലെ എഴുതുക. എത്ര ഒന്നുണ്ട്? 1 2 3 അല്ലേ, 3 വൺസ് ഉണ്ട്, അതായത് 30 അല്ലേ. അറിയാത്തവർ ഇങ്ങനെ കൂട്ടി ചെയ്ത് നോക്കുക അല്ലേ, ആഡ് ചെയ്ത് നോക്കുക. 3 ടെൻസ് ആണ്, 3 ടെൻസ് പറഞ്ഞാൽ 3 പത്തുകളാണല്ലേ, 1 2 3 അല്ലേ, 3 ടെൻസ് ആഡ് ചെയ്ത് നോക്കുക. 3 ടെൻസ് ടുഗദർ വിൽ മേക്ക് ഹൗ മച്ച് അല്ലേ, ഇത് 3ഉം കൂടി ടുഗദർ അല്ലേ, ഒരുമിച്ച് നിന്നാൽ എത്ര ഉണ്ടാവും എന്നാണ് ചോദിച്ചതില്ലേ, 3ഉം കൂടി ആഡ് ചെയ്താൽ 3 ടെൻസ്. നിങ്ങളുടെ കയ്യിൽ 3 10 രൂപ ഉണ്ടല്ലേ, 10ഉം 10ഉം 20, 20ഉം ഒരു 10 കൂടി കൂട്ടിയാൽ 30 അല്ലേ, 10 10 10 10ഉം 10ഉം 20, 20യും 10ഉം 30 അല്ലേ, 30 റുപ്പീസ്. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, 3 ടെൻസ് ആൻഡ് 6 വൺ ടുഗദർ വിൽ മേക്ക് ഹൗ മച്ച്. 3 ടെൻസ്, 3 ടെൻസ് എത്രയാണ്? 30 നമ്മൾ കണ്ടുല്ലേ, 3 ടെൻസ് 30 ആണ്. 3 ടെൻസ് 30 ആൻഡ് 6 വൺസ് ടുഗദർ വിൽ മേക്ക് ഹൗ മച്ച് അല്ലേ, 6 വൺസ് കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 6 വൺസ് പറഞ്ഞാൽ എത്രയാണ്? 6 ഒന്നുകളല്ലേ, 6 ഒന്നുകൾ എത്രയാണ്? 6 തന്നെയാണല്ലേ, 6 × 1 എന്താണ്? 6 തന്നെയാണല്ലേ, 6 വൺസിലെ 6 1 രൂപ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ, അതായത് 6 രൂപയല്ലേ. 5 1 രൂപ ഉണ്ട് പറഞ്ഞാൽ 5 രൂപയാണ് അല്ലേ. 6 1 രൂപയുണ്ടെങ്കിൽ എങ്ങനെയാണ് എണ്ണൽ? നിങ്ങളുടെ കയ്യിൽ 6 1 രൂപയുണ്ട് അല്ലേ, 1 2 3 4 5 6. 6 1 രൂപ പറഞ്ഞാൽ ഇതൊക്കെ 1 രൂപകളാണല്ലേ. അപ്പോൾ എത്ര രൂപയാണ് നിങ്ങളുടെ കയ്യിൽ ടോട്ടൽ ഉള്ളത്? 1 2 3 4 5 6 അല്ലേ, 6 രൂപയാണ് അല്ലേ. 6 1 രൂപ പറഞ്ഞാൽ അതായത് 6 വൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 6 റുപ്പീസാണ്. അപ്പോൾ 3 ടെൻസിൻ്റെ കൂടെ 6 വൺസ് ആഡ് ചെയ്താലല്ലേ, ഇത് രണ്ടും കൂടി ടുഗദർ അല്ലേ, ഒരുമിച്ച് നിന്നാൽ എത്ര ഉണ്ടാവും അല്ലേ? 30ഉം 6ഉം 36, 30 + 6 36. 3 ടെൻസ് പറഞ്ഞാൽ എത്രയാണ്? 30 ആണ്. 3 ടെൻസ് നമ്മൾ കണ്ടു 30 ആണ് 3 ടെൻസിലെ. 3 പത്തുകൾ എന്ന് പറഞ്ഞാൽ 30 രൂപയാണ്, 30 ആണ്. 6 വൺസ് എന്ന് പറഞ്ഞാൽ 6 ആണ്. 30 + 6 എത്രയാണ്? 36. 30നോട് ഒരു 6 കൂട്ടിയാൽ 36. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദി മിസ്സിംഗ് കോളംസ്. ഇവിടെ മിസ്സായിട്ടുള്ളത് കംപ്ലീറ്റ് ചെയ്യാനാണ്. ടെൻസ് എത്ര ഉണ്ട്? 10 രൂപ എത്ര ഉണ്ട്? 1 2 3 3 ടെൻസ് ഉണ്ട്. വൺസ് എത്ര ഉണ്ട്? 1 രൂപ എത്ര ഉണ്ട്? 1 2 3 4 5 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്പർ എത്രയാണ്? നമ്പർ ഏതാണ്? 3 ടെൻസ് എന്ന് പറഞ്ഞാൽ 3 വൺസ്. വൺസ് എത്രയാണ്? വൺസിൻ്റെ പ്ലേസിൽ 5 എണ്ണം ഉണ്ട് അല്ലേ, 5 വൺസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വൺസിൻ്റെ പ്ലേസിൽ 5 എഴുതി, അതായത് 35 അല്ലേ. 3 ടെൻസ് എന്ന് പറഞ്ഞാൽ 30 ആണ്, 5 വൺസ് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ 30 + 5 35 ആണ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എത്ര വൺസ് ഉണ്ട് അല്ലേ, അത് വൺസിൻ്റെ പ്ലേസിൽ ഒറ്റയുടെ സ്ഥാനത്ത് എത്ര വൺസ് ഉണ്ട് എന്നുള്ളത് എഴുതുക അല്ലേ. എത്ര വൺസ് ആണുള്ളത്? 5 വൺസ് ആണുള്ളത് അല്ലേ. 1 2 3 4 5 5 എന്ന് എഴുതുക. ഇനി എത്ര ടെൻസ് ഉണ്ട്? ഇതല്ലേ ടെൻസിൻ്റെ പ്ലേസ് പറഞ്ഞാൽ രണ്ടാമത്തെ പ്ലേസ്, ഇത് വൺസ് പ്ലേസ്, ഇത് ടെൻസ് പ്ലേസ്. അപ്പോൾ ടെൻസിൻ്റെ പ്ലേസിൽ എത്ര 10 ഉണ്ട്? 3 10 ഉള്ളത്, 3 ടെൻസ് ഉള്ളത്. അപ്പോൾ 3 എന്ന് എഴുതുക. ഇനി നെക്സ്റ്റ് ഇവിടെ എത്ര ടെൻസ് ഉണ്ട്? എത്ര വൺസ് ഉണ്ട്? അപ്പോൾ നമുക്ക് ആദ്യം വൺസിൻ്റെ പ്ലേസ് ആണല്ലേ ലാസ്റ്റിൽ ഇവിടെ വരുന്നത്, അതായത് വൺസ് എത്ര ഉണ്ട്? 1 2 3 അല്ലേ, 3 വൺസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 3 എന്ന് എഴുതുക. നെക്സ്റ്റ് എത്രയാണ്? എത്ര ടെൻസ് ഉണ്ട്? 1 2 3 4 5 6 അല്ലേ, 6 ടെൻസ് ഉണ്ട്. 6 അല്ലേ, 6 ടെൻസ് ഉണ്ട് അല്ലേ. 6 10 രൂപകളില്ലേ ഇവിടെ? 1 2 3 4 5 6 അല്ലേ, 6 ടെൻസ് ആണുള്ളത്. അപ്പോൾ എത്ര ടെൻസ് ഉണ്ട്? അത് ആദ്യം എഴുതുക അല്ലേ. അപ്പോൾ 6 ടെൻസ് 63 അല്ലേ, 6 ടെൻസ് 60, 3 വൺസ് 3 അല്ലേ, 60 + 3 63 അല്ലേ, 60 + 3 63. ഇനി നെക്സ്റ്റ് ഇവിടെ എത്രയാണ്? 1 2 3 4 അല്ലേ, 4 ടെൻസ് ഉണ്ട്. ഇവിടെ ഫസ്റ്റ് 4 എഴുതിയിട്ടുണ്ട് അല്ലേ, നമ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ 4 ടെൻസ് ആണുള്ളത്, 4. അപ്പോൾ 2 വൺസ് ആണ് ഇനി ഇവിടെ ഉണ്ട്. വൺസിൻ്റെ പ്ലേസിൽ 2 അല്ല ഉള്ളത്, അപ്പോൾ 2 വൺസ് ആണ് നമ്മൾ എഴുതേണ്ടത്. 1 കോമ ഇട്ടിട്ട് 1 അല്ലേ, 2 വൺസ് അല്ലേ, 2 വൺസ്. അതുകൊണ്ടാണ് ഇവിടെ 2 എന്ന് എഴുതിയത് അല്ലേ. ഇവിടെ 3 വൺസ് ആയതുകൊണ്ട് ഇവിടെ 3 എന്ന് എഴുതി. ഇവിടെ 5 വൺസ് ആയപ്പോൾ ഇവിടെ 5 എഴുതി. അപ്പോൾ ഇവിടെ 2 അല്ല ഉള്ളത്, അപ്പോൾ നമ്മൾ 2 വൺസ് ആണല്ലേ, 2 ഒന്നുകൾ എഴുതണം. നെക്സ്റ്റ് ഇവിടെ നമ്പർ 57 57 ആണ്. അപ്പോൾ ഇവിടെ എത്ര വൺസ് തന്നിട്ടുണ്ടല്ലേ? 7 വൺസ്. 1 2 3 4 5 6 7 അല്ലേ, 7 വൺസ് ഉണ്ട്. അതായത് വൺസിൻ്റെ പ്ലേസിൽ 7 ആയതുകൊണ്ട് ഇവിടെ 7 വൺസ് തന്നിട്ടുണ്ട്. ഇനി 5 ഉണ്ടല്ലേ, അപ്പോൾ 5 എന്താണ് നമ്മളിവിടെ എഴുതേണ്ടത്? 5 ടെൻസ് എഴുതണം അല്ലേ, ഇത് ടെൻസിൻ്റെ പ്ലേസ് ആണ്. അപ്പോൾ 10കൾ 5 എണ്ണം എഴുതണം, 5 ടെൻസ് ആണ്. അപ്പോൾ 1 5 എണ്ണം എഴുതുക. 1 2 3 4 5 അല്ലേ, 5 ടെൻസ്. അതുകൊണ്ടാണ് ഇവിടെ 5 ഫസ്റ്റ് ഉള്ളത്. അപ്പോൾ 5 ടെൻസും 7 വൺസും. ഇത് എത്രയാണ്? 4 ടെൻസ് 2 വൺസ്, 6 ടെൻസ് 3 വൺസ്, 3 ടെൻസ് 5 വൺസ് അല്ലേ. ഇതെന്താണ്? വൺസിൻ്റെ പ്ലേസ് ആണ് ഇത്. ലാസ്റ്റ് ഉള്ളത് എത്ര വൺസിൽ എത്ര ഒന്നുകളുണ്ട് എന്നുള്ളതാണ്
ഫസ്റ്റ് ഉള്ളത് എത്രയാണ്, എത്ര ടെൻസിൽ എത്ര പത്തുകളുണ്ട് എന്നുള്ളതാണ്. അടുത്തത് ആക്ടിവിറ്റി 3 ടോയ് ഷോപ്പ്. ഒരു ടോയ് ഷോപ്പ് തന്നിട്ടുണ്ട്. ആദിൽ വെൻ ടു ദി ഷോപ്പ്. അപ്പോൾ ആദിൽ എന്താണ്, ഈ ഷോപ്പിലേക്ക് പോയി. ഹി ബോട്ട് എ ബോൾ ആൻഡ് എ ഡോൾ. അവൻ എന്താണ് വാങ്ങിയത്, ഒരു ഡോളിനെയും ഒരു ബോളും അല്ലേ. ഒരു ഡോളും ഒരു ബോളും അല്ലേ. ഒരു ബോളും വാങ്ങിയിട്ടുണ്ട്, ഒരു ഡോളിനെയും വാങ്ങിയിട്ടുണ്ട് ആദിൽ. അപ്പോൾ ആദിൽ എന്ന നെയിമുള്ളവർ ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? നിങ്ങളുടെയൊക്കെ പേരെന്താണ് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ ആദിൽ ഷോപ്പിൽ പോയിട്ട് വാങ്ങിയത് ബോളും ഡോളുമാണ് അല്ലേ. ഒരു ബോളിനെയും ഒരു ഡോളിനെയും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്, ഹൗ മച്ച് മണി ഡിഡ് ആദിൽ സ്പെൻഡ് ഇൻ ടോട്ടൽ. എത്ര രൂപയാണ് ആദിൽ ടോട്ടലായിട്ട് സ്പെൻഡ് ചെയ്തത് അല്ലേ. ടോട്ടലല്ല ചോദിച്ചത്, ആദിൽ എത്ര സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ആദിൽ എത്ര മണി ചിലവഴിച്ചിട്ടുണ്ട് എന്നാണ് ചോദിച്ചത്. ഹൗ മച്ച് മണി ഡിഡ് ആദിൽ സ്പെൻഡ് ഇൻ ടോട്ടൽ. ആദിൽ എത്ര രൂപ ചിലവഴിച്ചിട്ടുണ്ട്. ആദിൽ ഒരു ബോളും ഒരു ഡോളിനെ വാങ്ങിയത്. അതിന് എത്ര രൂപയാണ്? എന്താ ക്ലിയർ അല്ലല്ലേ. ഇതെന്താണ്, 50 റുപ്പീസാണ്. 50 റുപ്പീസാണ്. ഇത് 50 റുപ്പീസാണ്. ഇതെന്താണ്, 10 റുപ്പീസാണ്. അപ്പോൾ 50യും 10ഉം, 15നോട് ഒരു 10 ആഡ് ചെയ്താൽ 60 അല്ലേ. 5നോട് ഒരു 1 ആഡ് ചെയ്താൽ 6 അല്ലേ. 6ഉം 0യും 60 അല്ലേ. 50 + 10 60 റുപ്പീസാണ് ആദിൽ ചിലവഴിച്ചത്. അതിൽ 60 റുപ്പീസ് 60 രൂപ. 50 രൂപയോട് ഒരു 10 രൂപ കൂട്ടിയാൽ 60 രൂപയാണല്ലേ. 50 + 10 60 അല്ലേ. 5 + 1 6 അല്ലേ. പിന്നെ ഒരു 0 അല്ലേ ഉള്ളത്. അതിലെത്ര ചിലവഴിച്ചു അല്ലേ. അതിലൊരു ബോളും ഡോളും ആണ് വാങ്ങിയതെന്ന് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ബോളും ഒരു ഡോളും. അപ്പോൾ അവയുടെ വില എത്രയാണ്, 50 രൂപയും 10 രൂപയുമാണ്. ബി ക്വസ്റ്റ്യൻ, ഇഫ് ആദിൽ ഗേവ് ദി ഷോപ്പ് കീപ്പർ എ 100 റുപ്പി നോട്ട്. ആദിൽ ഷോപ്പ് കീപ്പറിനില്ലേ, കടക്കാരൻ എന്താണ്, ഒരു 100 രൂപയുടെ നോട്ടാണ് കൊടുത്തത്. ഹൗ മച്ച് മണി വിൽ ദി ഷോപ്പ് കീപ്പർ ഗീവ് ബാക്ക് അല്ലെ. അവന് തിരിച്ചു കൊടുത്തത് ബാക്കായിട്ടില്ലേ, ഗീവ് ബാക്ക്. തിരിച്ച് ഷോപ്പ് കീപ്പർ എത്ര രൂപ ബാക്കി നൽകിയിട്ടുണ്ട് അല്ലേ. ബാലൻസ് എത്ര രൂപ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലൊരു 100 രൂപ ഉണ്ടായി. ആ 100 രൂപ എടുത്ത് നിങ്ങൾ കടക്കാരന് കൊടുത്തു. പക്ഷേ നിങ്ങൾ 60 രൂപയുടെ സാധനമാണ് വാങ്ങിയതില്ലേ. ഒരു ഡോളും ഒരു ബോളും വാങ്ങാൻ 60 രൂപ, 60 റുപ്പീസായി. അപ്പോൾ ബാക്കി നിങ്ങൾക്ക് കടക്കാരന് എത്ര തരും, ബാക്കി എത്ര തരും. നിങ്ങൾ 100 രൂപ കൊടുത്താൽ ബാക്കി എത്രയാണ്, 60 രൂപ അയാൾ എടുക്കും. എന്നിട്ട് ബാക്കി എത്ര ഉണ്ടാവും, 60 കഴിഞ്ഞാൽ 70, 80, 90, 100 അല്ലേ. 40 രൂപ കൂടി ബാക്കി ഉണ്ടാവും അല്ലേ. 40 റുപ്പീസ് ബാക്കി ഉണ്ടാവും. ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയാണ്, 40 റുപ്പീസ് അല്ലേ. 40 രൂപ ബാക്കി ഉണ്ടാകും. അതായത് നമ്മൾ എന്താണ് ചെയ്യുന്നത്, 100ൽ നിന്നും 60 മൈനസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. 100ൽ നിന്ന് 60 പോയാൽ എത്രയാണ്, 40 രൂപയാണ് അല്ലേ. 40 റുപ്പീസാണ്. നിങ്ങളെന്താണ് 100 റുപ്പീസ് കടക്കാരന് കൊടുത്തു. എന്നിട്ട് എന്താണ്, കടക്കാരൻ്റെ 60 റുപ്പീസ് കടക്കാരൻ എടുക്കും. എന്നിട്ട് ബാക്കിയുള്ളതല്ലേ തരിക അല്ലേ. 60 റുപ്പീസ് എടുത്താൽ ബാക്കി എത്ര ഉണ്ടാവും, 70, 80, 90, 100. 60 റുപ്പീസ് കഴിഞ്ഞാൽ എത്രയുണ്ട് ബാക്കി, 70 ഉണ്ട്, 80, 90, 100. 100ലേക്ക് എത്താൻ എത്ര ടെൻസ് വേണം, 1, 2, 3, 4 അല്ലേ. 4 ടെൻസ് അല്ലേ. 4 ടെൻസ് കൂടി വേണം. അതായത് 40 അല്ലേ. 4 ടെൻസ് എന്താണ്, 40 ആണ്. 40 കിട്ടാനല്ലേ 4 ടെൻസ് കൂടി വേണം. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ, ഇസ ഹാസ് 1 50 റുപ്പി നോട്ട്സ്, 2 10 റുപ്പി നോട്ട്സ് ആൻഡ് 3 1 റുപ്പി കോയിൻസ്. ഹൗ മച്ച് മണി ഡസ് ഇസ ഹാവ് ഇൻ ടോട്ടൽ. അപ്പോൾ ഇസൻ്റെ കയ്യിൽ ഒരു 50 റുപ്പി നോട്ട്സിലെ ഒരു 50 രൂപയുടെ നോട്ടുണ്ടല്ലേ. 1 50 റുപ്പി നോട്ട്സ്, 2 10 റുപ്പി നോട്ട്സ്, 2 10 രൂപയുണ്ട്, ആൻഡ് 3 1 റുപ്പി കോയിൻസിൽ 3 1 രൂപ കോയിൻസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇസൻ്റെ കയ്യിൽ എത്രയാണ് ടോട്ടൽ, ആകെ എത്ര തുകയുണ്ട്. ഇസൻ്റെ കയ്യിൽ ഒരു 50 രൂപേൻ്റെ നോട്ടുണ്ട്, 50 + 2 10 രൂപ അല്ലേ. 2 10 എന്ന് പറഞ്ഞാൽ 2 ടെൻസ് പറഞ്ഞാൽ 20 ആണല്ലേ. 10ഉം 10ഉം 20 അല്ലേ. നിങ്ങളുടെ കയ്യിൽ 2 10 രൂപ ഉണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 20 രൂപ അല്ലേ. 2 10 റുപ്പി ഉണ്ട് നിങ്ങളുടെ കയ്യിൽ അല്ലേ. അങ്ങനെയാണെങ്കിൽ 20 റുപ്പീസാണ്. നെക്സ്റ്റ് 3 1 റുപ്പി അല്ലേ. 3 1 രൂപയുണ്ട്. അതായത് 3 രൂപ അല്ലേ. 3 1 രൂപ പറഞ്ഞാൽ 3 1 റുപ്പീസ് പറഞ്ഞാൽ 3 രൂപ തന്നെയാണല്ലേ. 3 രൂപയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയാൽ എത്രയാണ്, 0നോട് 3 ആഡ് ചെയ്താൽ 3 തന്നെയാണ്, 3 തന്നെയാണ്. 5നോട് 2 ആഡ് ചെയ്താൽ 5, 6, 7 7 73 ടോട്ടൽ കിട്ടും. ഇസൻ്റെ കയ്യിൽ അപ്പോൾ എത്രയുണ്ട്, ഇസൻ്റെ കയ്യിൽ ടോട്ടൽ 73 റുപ്പീസ് ഉണ്ട്. 73 രൂപയുണ്ട്. RS 73 റുപ്പീസിൽ RS 73 രൂപയുണ്ട് ആകെ ഇസയുടെ കയ്യിൽ. അപ്പോൾ 150 പറഞ്ഞാൽ 50 ആണ്, 2 10 പറഞ്ഞാൽ 20 അല്ലേ. അപ്പോൾ 50 60 70 + 3 73. എന്താണ്, ഒരു സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അപ്പോൾ ഇതിനേക്കാൾ കുറച്ചൊരു ടഫുള്ള മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ആൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതാണ്.
അപ്പോൾ വില പ്രൈസും അതിൻ്റെ പകുതി വില അല്ലേ, ഹാഫ് കണ്ടുപിടിക്കാനാണ്. ഇംഗ്ലീഷുകാർക്ക് ഹാഫ് കാണാൻ, മലയാളം മീഡിയക്കാർക്ക് എന്താണ് പകുതി കാണാനാണ് ചോദിക്കുക. അപ്പോൾ 10 രൂപയുടെ പകുതി എത്രയാണ്? 10 രൂപയുടെ ഒരു ബോൾ അല്ലേ, ആ ബോളിൻ്റെ പകുതി വില അല്ലേ, പകുതി വിലക്കാണ് ഈ സാധനം വെക്കുന്നത്. അപ്പോൾ പകുതി വില എത്രയാണ്? 10ൻ്റെ പകുതി എത്രയാണ്? 5 അല്ലേ, 5 രൂപയാണ്. അപ്പോൾ നമ്മൾ 5 എന്ന് എഴുതുക. നെക്സ്റ്റ് 20 രൂപ അല്ലേ, 20 രൂപയുടെ പകുതി എത്രയാണ്? 10 രൂപയാണ്. അല്ലേ 20ൻ്റെ പകുതി 10 അല്ലേ, 10നും അല്ലേ 20. അപ്പോൾ 20ൻ്റെ പകുതി 10 ആണ്. നെക്സ്റ്റ് 100 രൂപയുടെ പകുതി അല്ലേ, ഹാഫ്. അപ്പോൾ നിങ്ങളുടെ 100ൻ്റെ പകുതി എത്രയാണ്? 50 റുപ്പീസാണ് അല്ലേ, 50 രൂപ. 50 രൂപ ചേർന്നാലല്ലേ 100 രൂപ ആവുന്നത് അല്ലേ. നിങ്ങളുടെ അടുത്ത് 50 റുപ്പീസ് ഉണ്ടാകുമ്പോഴല്ലേ 100 ആവുക. അപ്പോൾ 100ൻ്റെ പകുതി എന്ന് പറഞ്ഞതില്ലേ, അതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 50 ആണ്. 50 രൂപൻ്റെ പകുതി എത്രയാണ്? 50 രൂപയുടെ പകുതി 25 ആണ്. 25 ആണ് 50. 20 അല്ലേ, 40ൻ്റെ പകുതി എത്രയാണ്? 40ൻ്റെ പകുതി 20 ആണ് അല്ലേ, 20 രൂപ. 20 രൂപ ചേരുമ്പോഴാണ് 40. 2 അല്ല 4, 2 ആണ് 4 അല്ലേ. ഇതിൻ്റെ പകുതി 4ൻ്റെ പകുതി എഴുതുക. 10ൻ്റെ പകുതി ആദ്യം 5 എഴുതുക, ഒരു 0 ഉണ്ട് അല്ലേ. 2ൻ്റെ പകുതി എത്രയാണ്? 1, പിന്നെ ഒരു 0. അപ്പോൾ 20 40 രൂപയാണ്. 50 എത്താൻ ഒരു 10 കൂടി വേണം. ആ 10ൻ്റെ പകുതി എത്രയാണ്? 5 ആണ്. അപ്പോൾ ഒരു 5 കൂടി കൂട്ടുക അല്ലേ, അതായത് 25 ആണ് എന്ത്? 50 രൂപ അല്ലേ. 50 റുപ്പീസ് എന്ന് പറയുന്നത് 25 + 25 ആണ്. ഇത് വളരെ എളുപ്പമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി കുറച്ച് ടഫായിട്ടില്ലേ, ക്വസ്റ്റ്യൻ എങ്ങനെ വരും എന്നുള്ളതിൻ്റെ മോഡൽ ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്നല്ലേ, മുകളിൽ കാണുന്ന ആ സ്ക്രീനിൽ തൊട്ടാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതാണ്. അപ്പോൾ അതും കൂടി നിങ്ങൾ കാണേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ വീഡിയോയുടെ ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.